ബഹുമാനപ്പെട്ട ഇമാം സഹാബി തങ്ങള് ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു തങ്ങന്മാരുടെ കുടുംബത്തിൽ ഒരു തങ്ങള് വഫാത്തായി പോയി, മരിച്ചുപോയി. ഭാര്യ വിധവയായി, മക്കള് യതീമായി, ഒന്നുമില്ല, അവരെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് പട്ടിണി കിടക്കാനുള്ള സാഹചര്യം. പക്ഷെ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഇസ്സത്തോട് കടന്ന ഒരു കുടുംബമാണ്. പക്ഷെ ആ നാട്ടിൽ ജീവിക്കാൻ കഴിയൂല എന്ന് കണ്ടപ്പോ അവര് നേരെ സമർക്കന്ദിലേക്ക് യാത്ര പോയി. ഇമാം സഹാബി പറയാണ്, സമർക്കന്ദിലേക്ക് യാത്ര പോയി. എന്നിട്ട് ആ ഉമ്മയും മക്കളും ഒരു പള്ളിയുടെ മുൻഭാഗത്ത് ഇരുന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും തരുമോ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെയുള്ള നിസ്കരിച്ച് പുറത്തു വരുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. തെളിവ് പറയാനൊന്നുമില്ല. എന്നിട്ട് തെളിവ് പറയാനൊന്നുമില്ല, ഞാൻ ഈ നാട്ടുകാരത്തിയല്ല, വേറൊരു നാട്ടിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. എന്നിട്ട് ഈ ഉമ്മയും മക്കളും വേറെ ഒരാൾ വന്നപ്പോ അവിടെ പറഞ്ഞു, ഞാൻ പട്ടിണിയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഞാൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ കുടുംബമൊന്നും ചോദിച്ചില്ല, തെളിവൊന്നും ചോദിച്ചില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബാണോ, എങ്കിൽ വരി, എന്റെ വീട്ടിലേക്ക് വരി. എന്നിട്ട് ആ വീട്ടില് അവർക്ക് വേണ്ട ഭക്ഷണവും സൗകര്യവും ഒക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയാണ്. ആദ്യം കണ്ട വ്യക്തിക്ക്, ആദ്യം കണ്ടല്ലോ ഒരു വ്യക്തി, അയാൾക്ക് സ്വപ്നം കാണാൻ. എന്താ സ്വപ്നം? ഈ കാണുന്ന ഒരു സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഈ കാണുന്ന കെട്ടിടം, ഈ കാണുന്ന കെട്ടിടം അത് ഒരു മുഅ്മിനായ മനുഷ്യനുള്ളതാണ് എന്ന് പറയാണ്. അപ്പോ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, ഞാൻ മുഅ്മിനാണല്ലോ, എങ്കിൽ ആ കെട്ടിടം, ആ കൊട്ടാരം എനിക്ക് കിട്ടുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ മുഅ്മിനാണുള്ളത് എന്താണ് തെളിവ്? നിങ്ങൾ മുഅ്മിനാണ്. ഈ മനുഷ്യൻ അവിടെ ചോദിച്ചിരുന്നു, നിങ്ങൾ സയ്യിദാണ് എന്ന് പറയാൻ എന്താ തെളിവ് എന്ന് ആ ഉമ്മനോട് ചോദിച്ച അതേ ചോദ്യത്തിനെ റിട്ടേൺ ആക്കി പറയാണ്, നിങ്ങൾ മുഅ്മിനാണ് എന്നുള്ള എന്താ തെളിവ്? ഒരു തെളിവും പറയാനില്ല. അപ്പോ എന്നിട്ട് ഇയാൾക്ക് ഭയങ്കര വിഷമം. എന്നിട്ടോ ഈ ഉമ്മയെ അന്വേഷിച്ചുകൊണ്ട് ഇദ്ദേഹം യാത്രയായി. നോക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിലുണ്ട്. ഒരുപാട് പൈസ കൊടുത്തിട്ട് ആ പാവപ്പെട്ടവനോട് പറയാണ്, ഈ പൈസ ഒക്കെ നിങ്ങൾക്കാണ്. ആ തങ്ങമാരായ ആ ഉമ്മയെയും ആ സയ്യിദത്തിനെയും ആ രണ്ട് മക്കളെയും വിട്ടുതരുമോ? മരണം വരെ അവരെ ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ സമയത്ത് അയാള് പറയാണ്, ഓ നോ, ഒരിക്കലും തരൂല. എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല തന്ന അനുഗ്രഹമാണ്, ഇനി കോടികൾ തന്നാലും ഈ അവസരം ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് വിട്ടു തരൂല എന്ന് പറയുകയാണ്. ഇമാം ദഹബി തങ്ങൾ പറയുന്ന ഒരു ചരിത്രമാണ്. ഇവിടെ ശറഫുൽ ഉലമയുടെ